ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഡിക്രൂസിന് ഇനി അയ്യപ്പനും കോശിയും സീസൺ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നെ അവൻ തന്നെ കമൻ്റ് ഇട്ട് സമ്മതിക്കുകയും ചെയ്തായിരുന്നു. പിന്നെ ഞാനായിട്ട് പേടിച്ചോടാൻ പറ്റില്ലല്ലോ, ഡ്രാഗൺ വാരിയറൊക്കെ ആയിപ്പോയില്ലേ. പിന്നെ അങ്ങോട്ട് IG ഞാൻ കരുതലോടെ ആയിരുന്നു ഇരുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഡയറക്റ്റായിട്ട് എന്തായാലും വരത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലത്തെ വല്ല കള്ളക്കേസുമായിട്ടേ വരത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. ബട്ട് എന്താ ഉണ്ടായെന്ന് പറഞ്ഞുതരാം. മൾട്ടിപ്പിൾ അക്കൗണ്ട് യൂസ് ആക്കിയതിന് ഡിക്രൂസിന് ബാൻ കിട്ടിയായിരുന്നു. അൺബാൻ ആയെന്നാണ് തോന്നുന്നത്. ബട്ട് IG-യിലൊന്നും കാണാനില്ല. ഇവൻ ഇല്ലാത്തപ്പോൾ അയ്യപ്പനും കോശി എങ്ങനെ നടത്തും? ഈ സമയത്താണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത്. ഞാൻ ബാനായി കിടക്കുമ്പോൾ എൻ്റെ പിള്ളേരായിട്ടുള്ള മാസ്റ്ററിനെയും യാഗമിനെയൊക്കെ വന്ന് തൊട്ടായിരുന്നേ. പീഡിയായി പോയില്ലേ, അവർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റി കാണില്ല. സോ എന്തൊക്കെ ആയാലും അവനില്ലാത്തപ്പോൾ അവൻ്റെ പീഡിയെ കുറച്ച് ഓടിക്കാമെന്ന് വിചാരിച്ചു. പീഡിയെ കുറച്ച് കളിപ്പിക്കണം, മണ്ടന്മാരാകണം, ഇതായിരുന്നു എൻ്റെ പ്ലാൻ. സോ ആദ്യമായിട്ട് തന്നെ ജയിൽ ചാട്ടം തന്നെ ആവാം. മാസ്റ്ററിന് വേണ്ടപ്പെട്ട ആരോ ജയിലിലായെന്ന് അറിഞ്ഞു. കാണാൻ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, മാസ്റ്ററിന് വേണ്ടപ്പെട്ട ഒരാളായി പോയില്ലേ. മാസ്റ്ററും പൊന്നപ്പനും ഞാനും നേരെ ജയിലിലോട്ട് ചാടി. പീഡി പ്രത്യേകിച്ച് ജയിലാക്കണമെന്നൊന്നുമില്ല, ഞങ്ങളുടെ തറവാടൊക്കെ ആയിട്ടാണ് ജയിൽ കാണുന്നത്. കുറച്ചു നേരം ഞങ്ങൾ അവിടുന്ന് എൻജോയ് ചെയ്തു. പിന്നീട് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. ഇനി രണ്ടാമതായി ഷോപ്പ് റോബ്. എല്ലാ തവണയും ഞങ്ങൾ ഷോപ്പ് റോബ് വിൻ ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ പീഡി കഷ്ടപ്പെട്ട് പിടിച്ചു. എന്നെ പിടിച്ചെന്ന് പറഞ്ഞ നന്ദുവും പീഡിക്ക് പിടികൊടുത്തു. അങ്ങനെ ഞാൻ നേരെ ജയിലിലെത്തി. എന്നെ ഒന്ന് ശരിക്കും കാണാനിരിക്കുമായിരുന്നു പീഡിക്ക് പിടികൊടുത്ത് ഞാനിവിടെ തോറ്റു. എന്നാൽ അവർക്ക് എന്നെ ഒന്ന് ശരിക്കും പെരുമാറണമായിരുന്നു. അവർ ഒരു ഫിസ്റ്റ് ഫൈറ്റിന് തുനിഞ്ഞു. എന്നാൽ മാസ്റ്റർ എന്നെ ചോറും കറിയും വെക്കാനല്ലല്ലോ പഠിപ്പിക്കുന്നേ. അയാൾക്കെന്നല്ല, നേരിട്ട് എന്നെ വെല്ലുവിളിക്കുന്ന ആർക്കും അതിന് കഴിയില്ല സാർ. എന്താണ് സൂപ്പർമാനാ? അഹങ്കാരം കണ്ടില്ല സാറേ. സാറ് വീട്ടിൽ പോണം സാർ, ഇത് ഞങ്ങൾ നോക്കിക്കോണം. ആദ്യം ഇവളെ കൊണ്ട് വീട്ടിൽ വിടും. സാർ, അവസാനമായി എനിക്ക് ഒരു അവസരം കൂടെ തരണം. വെസ്റ്റിലത്ത ഞാൻ ഒരു മടിയും കൂടാതെ ഫിസ്റ്റ് ഫൈറ്റ് അങ്ങ് എടുത്തു. അടിച്ചു പോണ എടാ, ഓടിയാണെന്ന് അടിക്കല്ലോ, സ്ഥലത്തുനിന്ന് അടിക്കും. ഞാൻ ഒന്ന് പുറത്ത് പോയിക്കൂടെ, ഞാൻ പുറത്ത് പോയിക്കൂടെ. ഇനി അടി സ്ഥലത്തേക്കടാ. ഒരു സ്ഥലത്ത് ഞാൻ നിക്കണ പോലെ ഒരു പിക്ക് എടുക്കുന്നുണ്ട്, അല്ലാതെ ഒന്ന് പോട്ട് ചെയ്യണം. ഫൈറ്റിന്റെ ഇടയ്ക്ക് പോസാ. എന്റെ ലൈഫ് കേട്ടല്ലോ. എനിക്കെടുക്കാന്നുള്ളൂ. മാറി ജിമ്മിൽ പോയിട്ട് കഞ്ചപ്പെടുത്ത് വെറുതെ ട്രെയിനിങ്. അയ്യേ സാറേ, വില പോയി ഇയാളെ നോക്ക്. ഉഷിരോടെ വന്ന പീഡി ആംബുലൻസിലാണ് പിന്നെ വിട്ടത്. പിന്നെ ചുമ്മാതാണോ HP-യിൽ ഒരു ജിമ്മും കുൻഫു ക്ലാസും മാസ്റ്റർ ഇട്ട് വെച്ചേക്കുന്നത്. ഹിഹി. അന്ന് നൈറ്റ് എൻ്റെ നേർക്ക് ഒരു അറ്റാക്ക് വന്നു. ഒന്ന് പിക്ക് ചെയ്യാൻ വരാവോ എന്നും ചോദിച്ച് കാവ്യ എന്ന നെയിമുള്ള ഒരു കുട്ടി മെസ്സേജ് ഇട്ടേക്കുന്നു. ആ ടൈമിൽ ഞാൻ ഇച്ചിരി തിരക്കാണ്ട് അവോയ്ഡ് ചെയ്ത് വിട്ടു. ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ കാവ്യ എന്ന നെയിമുള്ള ആരെയും IG-യിൽ ഞാൻ കണ്ടിട്ടില്ല. സോ എന്നെ കൊല്ലാൻ വേണ്ടി വരുന്ന ഏതോ ഒരു പാസ്പോർട്ടാണെന്ന് എനിക്കൊരു ഡൗട്ട്. എന്നാലും മെസ്സേജ് അല്ലേ വന്നേ, വേറൊന്നും അല്ലല്ലോ എന്ന് വെച്ച് ഞാൻ അത് അവോയ്ഡ് ചെയ്തു. ബട്ട് ഞാൻ പീഡിയുടെ മുന്നിലുണ്ടായിരുന്നപ്പോൾ അവൾ അവിടെയും വന്ന് എൻ്റെ ബൈക്ക് സീജ് ചെയ്ത് കൊണ്ടുപോയി. പാസ്പോർട്ടാണോ ന്യൂബിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരേ ഒരു വഴി എൻ്റെ മുന്നിൽ കണ്ടുള്ളൂ. അവൾ
വന്ന വണ്ടിയിൽ ഞാൻ കയറി. വണ്ടി IG-യിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു വണ്ടിയായിരുന്നു. ഇൻ കേസ് അത് VIP വെഹിക്കിൾ ആണ്, അതായത് ന്യൂബി വന്നിട്ട് VIP വെഹിക്കിൾ എടുത്തിട്ട് വരുന്നതാണെങ്കിൽ എനിക്ക് അതിനകത്ത് കയറാൻ പറ്റത്തില്ല. ബട്ട് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റിയോണ്ട് എനിക്ക് മനസ്സിലായി അത് ന്യൂബി ഒന്നും അല്ലെന്ന്. ആ സമയം ഞാൻ ഉറപ്പിച്ചു അത് പാസ്പോർട്ടാണ്, എന്നെ കൊല്ലാനാണ് ഉദ്ദേശമെന്ന്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ചിലപ്പോൾ അത് സാധാ ഒരു പ്ലെയർ ആയിരിക്കില്ലേന്ന്. എടാ അങ്ങനൊന്നും അല്ല, അവള് വന്ന വരവ് കാണണം. പോരാത്തിന് എൻ്റെ PM മെസ്സേജ് അയക്കുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് വരെ പറഞ്ഞാടാ പാസ്പോർട്ടാണോ എന്ന് ഡൗട്ട് ഉണ്ടെന്ന്. പിന്നെ ഞാൻ കൂടുതൽ ചിന്തിക്കാണ്ട് അവളുടെ വണ്ടി എടുത്ത് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. കൂടുതൽ സിറ്റിക്കകത്ത് ഇരിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരെ പൈലറ്റ് ജോബ് എടുക്കാൻ പോയി. അവൾക്ക് എന്നെ വേണമെങ്കിൽ ഓഷ്യനിലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരത്തേക്ക് അവൾ എന്നെ ഫോളോ ചെയ്തില്ല. ഇതിനിടയ്ക്കാണെങ്കിൽ അവൾ സേഫ് സോണിൽ കിടന്നിട്ട് ആരാണ്ടായിട്ട് അടി ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ അഡ്മിൻ ജയിലിൽ പോയായിരുന്നു. ഇത്ര ഇവളുടെ കാര്യമുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പൈലറ്റ് ജോബ് എടുത്ത് ഒരു പ്രാവശ്യമാണെങ്കിൽ കാർക്കോ കടത്തിയായിരുന്നു. സോ അവിടെ എനിക്കൊരു വാണ്ടഡ് 1 വന്നായിരുന്നു. രാവിലെ ആയപ്പോൾ PDO എന്നെ പിടിക്കാൻ വന്നു. സോ ഞാൻ PDO വലിയ കാര്യമാക്കി എടുത്തില്ല. പൈലറ്റ് ജോബ് ചെയ്ത് ഞാൻ ഒരു 5 വാണ്ടഡ് ഉണ്ടാക്കി. എന്നാൽ പിടിക്കാൻ വന്ന PDയാണെങ്കിൽ എന്നെ ഫയർ ചെയ്തു M4 കൊണ്ട്. ഇങ്ങനെ ഫയർ ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഫയർ സിറ്റുവേഷൻ എടുക്കാം. ബട്ട് PDക്ക് എന്നെ ഒരു തരത്തിലും കേസ് ചാർജ് ആക്കാൻ പറ്റരുത് എന്ന തീരുമാനത്തിൽ എൻ്റെ ഗണ്ണ് ഞാൻ വെഹിക്കിൾ സ്റ്റാഷിൽ വെച്ചേക്കുമായിരുന്നു. ലാസ്റ്റ് PD ബോട്ട് ഡാമേജ് ആക്കി എന്നെ പിടിച്ചു, കഫും ചെയ്തു. പിന്നെ ഡീറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കാരണവും ഞാൻ ഡെഡ് ആവാണ്ട് നോക്കേണ്ട കടമ പുള്ളിക്ക് ഉള്ളത് കൊണ്ടും പുള്ളി ഇൻഗെയിം സ്റ്റാഫിനെ വിളിച്ചു. ബട്ട് ഇത് RP ആയതുകൊണ്ട് കളിച്ച് തന്നെ പോകണം. ഇവിടെ നിന്ന് എൻ്റെ ബോട്ടിൽ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് അൺകഫാക്കിയ ഞാൻ ഉടൻ തന്നെ എസ്കേപ്പ് ആയി. PD എന്നെ ഫയർ ചെയ്തല്ലേ, അതിന് തിരിച്ചു കൊടുക്കണ്ടേ. സോ കരയിലെത്തിയ ഞാൻ പൊന്നപ്പനെയും വിളിച്ച് നേരെ HPയിലോട്ട് പോയി. അവിടെ നിന്ന് എൻ്റെ ബൈക്കിൽ നിന്ന് ഗണ്ണെടുത്തു. തിരിച്ച് നേരെ പൈലറ്റ് ജോബ് എടുത്ത് PD വരുമ്പോൾ ഷിപ്പിനകത്ത് കയറി ഫയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടെ റസാക്കിനെയും നന്ദുവിനെയും കൂട്ടി. ബട്ട് ഈ സമയമായപ്പോഴേക്കും PD IG-യിൽ നിന്നും പോയി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചധികം PD എന്നെ തപ്പി വരാൻ തുടങ്ങി. 5 വാണ്ടഡാണേ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു കില്ല് ചെയ്യുന്നതിലും നല്ലത് PDയെ തൊടാൻ പോലും വിടാതെ മണ്ടനാക്കുന്നതല്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, നന്ദു ഒരു പ്ലാൻ അങ്ങ് വെച്ച് കിച്ചി. ഒരു ഹോസ്റ്റേജിനെയും പിടിച്ച് കയ്യിലാക്കി എൻ്റെ വാണ്ടഡ് കളയാൻ പറഞ്ഞ് കോൾ ചെയ്തു. VIPയുടെ വാദിക്ക് നേരെ കടപ്പുറത്തോട്ട് വന്നോ, ഞങ്ങൾ ലൊക്കേഷൻ തരാം. സാർ ID ഒന്ന് പറയൂ. സാറേ തങ്കപ്പൻ, സാറേ MDC തങ്കപ്പൻ നമ്പറിന് പേര് വല്ലതും ഉണ്ടോ നോക്കി സാറേ. നമ്മുടെ സാറേ അവന് ചെല്ലപ്പനാണ് സാറേ, അതാണ് അവൻ്റെ പേര് സാറേ. സാറേ ഈ ഹോസ്റ്റേജിനെ വിട്ട് കഴിയുമ്പോൾ അവന് പിന്നെയും വാണ്ടിടുന്ന മറ്റേ പരിപാടി ഉണ്ടല്ലോ സാറേ, അത് വേണ്ട കേട്ടോ സാറേ. ഏതാ സാർ, ഏത് പരിപാടിയാണ് സാറേ, മനസ്സിലായില്ല സാറേ. ഈ ഹോസ്റ്റേജിനെ വിട്ട് കഴിയുമ്പോൾ പിന്നെയും വാണ്ടിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ സാറേ, അത് നടക്കില്ല സാറേ. പുള്ളിക്കാരുടെ ഐഡിയ പറ. ഡീൽ ഈസ് ഡീൽ. വാണ്ടഡ് ക്ലിയർ ആയാൽ മാത്രമേ ഞങ്ങൾ ഹോസ്റ്റേജിനെ എടുത്തുള്ളൂ. വാണ്ടഡ് ക്ലിയർ ആയോ? ആയിട്ടില്ല. സാറേ സാറേ എന്ത് സാറേ ബാക്കപ്പ് ഒക്കെ സാറേ കളിക്കല് സാറേ. ഒരാളെ പോണം സാറേ. ഞങ്ങൾക്ക് പോവാമോ സാറേ? അതിവേഗമൊന്നും ഞങ്ങളുടെ അടുത്ത് വേണം. നല്ല വണ്ടി എടുക്കും. ഇതുപോലെ മറ്റൊരു സിറ്റുവേഷനിൽ ഞാനും നന്ദുവും PDയെ മണ്ടനാക്കിയിട്ടുണ്ട്. ഒരു ഷോപ്പ് റോബ് ചെയ്ത് ഞങ്ങളെ ട്രാക്ക് ചെയ്ത് വരുന്ന PDയെ തോൽപ്പിക്കാൻ കുറച്ച് IQ ഇല്ലാണ്ട് പറ്റത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ട്രാക്കർ റിമൂവ് ആക്കുന്ന ടൈമിൽ ഞങ്ങളെ പിടിക്കാമെന്ന് അറിയാവുന്ന ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇല്ലെന്ന് PD വിചാരിക്കുമ്പോഴാണ് അവർ തോറ്റു പോകുന്നത്. പുറകെ വന്ന PDയെ പറ്റിക്കാൻ ഞങ്ങൾ ഒരു അടവങ്ങെടുത്തു. LSയിലുള്ള എയർപോർട്ടിന് സൈഡിലുള്ള വാളിനടുത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ട്രാക്കർ റിമൂവ് ആക്കാൻ തുടങ്ങി. മണ്ടന്മാർ ഞങ്ങൾ എയർപോർട്ടിനുള്ളിലാണെന്ന് കരുതി അതിനുള്ളിൽ പോയി. അവിടെ ഞങ്ങൾ ഇല്ലെന്ന് മനസ്സിലാക്കി PD ഇപ്പുറത്തേക്ക് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ എസ്കേപ്പ് ആയി. സോ നിങ്ങൾ ഇനി അടുത്ത കേസായിട്ട് വന്നാലും ഞാൻ അവിടെ നിന്നും മുങ്ങും.